ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എന്തെല്ലാം വിശേഷം കൂട്ടുകാരെ? എല്ലാവർക്കും സുഖമല്ലേ? ഞാനും മക്കളും അൽഹംദുലില്ലാഹ് സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോകുന്നു. പിന്നെ എല്ലാവർക്കും എൻ്റെയും മക്കളെയും പിന്നെ ക്രിസ്മസ് ആശംസകളുണ്ട് കേട്ടോ. പിന്നെ എന്തെന്നാ, എല്ലാവരും ക്രിസ്മസൊക്കെ ആഘോഷിച്ചോ? പിന്നെ ഉണ്ടാവില്ലേ എല്ലാവരും? ഏതായാലും സ്കൂളൊക്കെ പൂട്ടി ലീവല്ലേ കുട്ടികൾക്കൊക്കെ, അപ്പോൾ ഒക്കെ ഒരു സന്തോഷമായിട്ട് എല്ലാവരും വീട്ടിൽ കളിക്കുകയോ കഴിക്കില്ലേ. അപ്പോൾ പിന്നെ ഞാൻ ഇന്ന് എന്താ പറയുക, തമ്പനയിൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ, ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ വേറൊന്നുമല്ല, എല്ലാവർക്കും തന്നെ അറിയുന്ന ഒരാളാണല്ലോ നമ്മളെ ചാനലിൽ മഷൂറ ഫാത്തിമ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിനെ എല്ലാവർക്കും അറിയാം. മൂന്ന് കുട്ടികളും ഓളുമായിട്ട് എന്താ പറയുക, ബാപ്പല്ലാത്ത 3 കുട്ടികളെയൊക്കെ നോക്കി ഡബ്ബർ പാലൊക്കെ എടുത്തിട്ടാണ് ഓൾ കുട്ടികളെ നോക്കുന്ന വീഡിയോ ഒക്കെ നമ്മളെല്ലാവരും കാണലുണ്ട് കേട്ടോ. പിന്നെ അതിലുപരി എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, വീഡിയോ കാണുന്ന ആൾക്കാർ സ്കിപ്പ് ചെയ്യാണ്ട് ഒന്ന് ഫുള്ളായിട്ട് കാണണം കേട്ടോ. പിന്നെ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളും കൂടെ ഒരു ലൈക്കൊക്കെ തന്നിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ പിന്നെ പറയാൻ വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, മഷൂറ ഫാത്തിമനെ കുറിച്ചാണ് പറയാനുള്ളത്. പിന്നെ ഞാൻ ഓളെ വീഡിയോ ചെയ്തോട്ടെ എന്ന് ഓളെ സമ്മതം ചോദിച്ചിട്ടാട്ടോ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് തന്നെ. കാരണം നമുക്കൊരാളോട് ചോദിക്കാണ്ട് വീഡിയോ ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നെയെന്ന് വെച്ചാൽ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറയാനുള്ളത്, എനിക്ക് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് എനിക്കതിൽ പിന്നെ എന്താ പറയുക, എനിക്ക് കിട്ടിയ ഏറ്റവും ഒരു ഭാഗ്യമാണ് മഷൂറ ഫാത്തിമ എന്ന് പറയുന്നത്. എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ്. ഞാൻ എൻ്റെ ഒരു ഫാമിലി ആയിട്ടും അതിലുപരി എന്താ പറയുക, എനിക്ക് പറയാൻ അറിയില്ല. ഒരു ദിവസം അവളെ വിളിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് എന്തോ ഭയങ്കര വിഷമമാണ്. രാത്രി ആകുമ്പോഴേക്കൊരു വിളി വന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ തിരിച്ച് അങ്ങോട്ടൊരു വിളിച്ചില്ലെങ്കിൽ കേട്ടോ. അപ്പം അത്രയും എനിക്കിഷ്ടമുള്ളൊരു വ്യക്തിയും എന്താ പറയുക കൂടിയാണ്. അപ്പോൾ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളോളെ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും, നമ്മളെ വീടിൻ്റെ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. മാഷാ അല്ലാഹ്, എനിക്ക് എത്ര പറഞ്ഞാലും മതിയാവില്ല. കാരണം ഓളെ വീട് പണിയൊക്കെ ഫുള്ളായി. നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാവില്ലേ? ഫുള്ള് വീട് പണിയും കഴിഞ്ഞ് എന്താ പറയുക, ബർക്കത്തുള്ള നല്ല ഐശ്വര്യമുള്ളൊരു വീട്, അങ്ങനെ തന്നെ പറയല്ലേ. നമുക്കൊക്കെ അതുപോലെ ഉള്ള ഒരു ബർക്കത്തുള്ളൊരു വീട് നമുക്ക് എന്താ പറയുക, അതുപോലെ അള്ള തരട്ടെ നമ്മൾ ദുആ ചെയ്യുക. പിന്നെന്താണെന്ന് വെച്ചാൽ, ഓളെ വീട്ടിൽ കൂടലാണ് നാളെ. അപ്പം എന്നെ വിളിച്ചിട്ടുണ്ട്, പക്ഷെ എനിക്ക് ഇത്രയും ദൂരം കൊണ്ട് പോകാൻ പറ്റില്ല എന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് വീട് പണി കഴിഞ്ഞിട്ട് എന്തായാലും ഓളെ കൂടലൊക്കെ കഴിഞ്ഞിട്ട്, വീട് പണി എന്നല്ല വീട്ടിൽ കൂടൽ കഴിഞ്ഞിട്ട് ഒരു ദിവസം എന്തായാലും ഞാൻ പോവും. ഇപ്പോഴല്ല, കുറച്ച് കഴിഞ്ഞിട്ട് എന്തായാലും ഞാൻ ഓളെ വീട് കാണാൻ പോവും. എനിക്ക് അത്രയും ആഗ്രഹമാണ് ഓളെ വീട് കാണാൻ പോകണം എന്നുള്ളത് കേട്ടോ. അപ്പോൾ എന്തായിരുന്നാലും ഞാൻ ഓളെ വീഡിയോ കണ്ട്, ഓളെ വീട് പണീൻ്റെ വീഡിയോ ഒക്കെ ഓൾ എനിക്ക് അയച്ചു തന്നിരുന്നു. എന്താ പറയുക, എനിക്ക് അത്രയും ഇഷ്ടമായി ഓളെ വീട്. നല്ലൊരു വീട്, ഭംഗിയുള്ള, ഓക്കും മക്കൾക്കും കയറി താമസിക്കാനും നല്ല അടിച്ചുറപ്പുള്ള ഭംഗിയുള്ള വീടെന്ന് തന്നെ പറയാം. അത്രയും രസമുള്ളൊരു വീടാണ് അള്ളാഹ് ഏകി കൊടുത്തത്. എന്തായാലും ഇത്രയും മക്കളെയും കൊണ്ടോളൂ വാടക വീട്ടിലായതിനല്ലോ ഇത്രയും കാലം വാടക വീട്ടിൽ താമസിച്ചാണ്. വാടക വീട്ടിൽ താമസിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം, ഞാനും വാടക വീട്ടിൽ നിന്നുണ്ട്. എന്താ വെച്ചാൽ മാസം നമുക്ക് ആ ഒരു ടൈം ആകുമ്പോൾ വാടക കൊടുക്കണം. അതിൻ്റെ ഓണർ 30-ാം തീയതി ആണെങ്കിൽ 30-ാം തീയതി തന്നെ കറക്റ്റ് ടൈമിൽ ഓണർമാർ വരും. അപ്പോൾ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. കാരണം ചിലപ്പോൾ ആ ഒരു 30-ാം തീയതി നമ്മളെ കയ്യിൽ പൈസ ഇല്ല എന്ന് പറയുമ്പോൾ ആ ഓണർ ഒരു മുഖഭാവമൊക്കെ നമുക്ക് അറിയുന്നതാണ്. വാടകയ്ക്ക് നിന്നവർക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അറിയാട്ടോ. അപ്പോൾ എന്തിരുന്നാലും ഓളെ ആ ഒരു കഷ്ടപ്പാടിന്ന് അള്ള ഓളെ കരകയറ്റി എന്ന് തന്നെ പറയാം. അത്രയും ബർക്കത്തുള്ളൊരു വീട് ഒക്കെ അള്ള കൊടുത്ത്, ആ വീട്ടിലേക്ക് വേണ്ടിയിട്ട് ഓളെ സഹായിച്ച എല്ലാ ആൾക്കാർക്കും ആ വീടിൻ്റെ ഒരു ബർക്കത്ത് അള്ള കൊടുക്കട്ടെ. പിന്നെ ഒരു 10 രൂപ വെച്ച് കൊടുത്ത ആൾക്കാരാണെങ്കിൽ പോലും അവർക്ക് എന്തെന്നാണെങ്കിലും അള്ള അവരുടെ ഉദ്ദേശശുദ്ധിയൊക്കെ എന്താ പറയുക റാഹത്താക്കി കൊടുക്കട്ടെ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പം എന്താ പറയുക, വീഡിയോ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം. ഓളെ വീഡിയോ എല്ലാവരും കാണുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നൊക്കെ നമുക്കറിയാം. അതിൽ ഉപരി നമ്മളെ വീഡിയോ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം. ഞാനും എൻ്റെ മക്കളും ചെറിയൊരു കുഞ്ഞ് ഫാമിലി, എന്താ പറയുക ഫാമിലിയാണ് ഞങ്ങൾ. അപ്പോൾ ഞങ്ങളെ ആ കൂട്ടത്തിൽ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്നിരുന്നാലും എല്ലാവരോടും ഒരിക്കൽ കൂടി ഞാൻ നന്ദി അറിയിക്കുകയാണ്. മഷൂറ ഫാത്തിമൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ട് ആരും അങ്ങനെ ഇങ്ങനെയൊന്നും ബാഡ് കമൻ്റ് ഒന്നും പറയരുത് കേട്ടോ. കാരണം ഞാൻ അവളോട് സമ്മതം ചോദിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ
അപ്പോൾ ഏതായാലും വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ള് കാണണം എന്ന് തന്നെ വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. പിന്നെ എന്താ പറയുക, നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവും തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എനിക്കും എൻ്റെ മക്കൾക്കും നിങ്ങളൊരു സപ്പോർട്ട് എപ്പോഴും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തുവാടി പിടിക്കാനോ? ഓളൊരു സാധനം കൊണ്ട് തന്നാ പിടിക്കുന്ന പറഞ്ഞു. ഞാൻ മക്കളെ ഒറ്റയ്ക്കായി, മറ്റോൾ കിടന്നുറങ്ങുക. അപ്പോൾ ഒറ്റയ്ക്ക് കളിക്കുക. അപ്പോൾ ഏതായാലും പിന്നെ എന്താ പറയുക, ക്രിസ്മസൊക്കെ ആഘോഷിച്ച് സ്കൂൾ വെക്കേഷൻ ആണല്ലോ എല്ലാവർക്കും അല്ലേ. അപ്പോൾ അതൊക്കെ ആഘോഷിച്ചിട്ട് എല്ലാവരും ആ കൂട്ടത്തിൽ ഞങ്ങൾ ഈ കൊച്ചു വീഡിയോയും കണ്ട് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.